മാസം അവധിക്കുമ്മ ഒന്ന് വാങ്ങിച്ചു തന്നാൽ മതി. ലോൺ ശരിയാകുമ്പോൾ അവന്ന് എങ്ങനെ എടുത്തു കൊടുക്കാന്ന് പറ. ഒന്ന് ചോദിക്കുമ്മ അവളോട്. നീ തന്നെ അങ്ങോട്ട് ചോദിക്ക്. ഞാനും അവനും ഇതുവരെ അവളോട് സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിപ്പോ അവനോടൊന്ന് സൂചിപ്പിച്ചിട്ട് വരായിരുന്നു നിനക്ക്. അതിപ്പോ നാത്തും വിളിച്ചിട്ട് അവനടുത്ത് പറയത്തില്ലയോ? അപ്പൊ അവൻ അറിയുമല്ലോ. അല്ലെങ്കിൽ അൻവറിനൊരു മെസ്സേജ് അയച്ചുവിടായിരുന്നു അവന്. സ്വന്തം അളിയനല്ലയോ? നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇക്ക അങ്ങനെയൊന്നും ആരോടൊന്നും ചോദിക്കത്തില്ലമ്മ. അവനാണ് തോന്നുന്നു. മോളെ ഫോണടി. വന്നതേ ഉള്ളോ? കുറച്ചു നേരമായി. ഇതിപ്പോൾ ഒരു 6 ലക്ഷം രൂപയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ ഇക്ക എങ്ങനെയാണ്ട് ഒപ്പിച്ചൊക്കെ ചെയ്ത്. എങ്ങനെ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അമ്മ അവളോടൊന്ന് ചോദിച്ചെന്ന് വാങ്ങിത്താമ്മ. നീ വല്ലതും കഴിച്ചോ? അമ്മ ചായ എടുക്കാം. ചായ ഒന്നും എടുക്കണ്ടമ്മ. അമ്മ ഇവിടെ ഒന്ന് ഇരിക്കേ. ചായ എടുക്കാം. മോളെ, ഇവള് വന്നതേ മോളുടെ ഒരു സഹായം ചോദിക്കാന്. സഹായമോ? ജീവിതത്തെ അറിയായിട്ട് ഒരാൾ എന്നോട് സഹായം ചോദിക്കാൻ വരുന്നത്. അവളുടെ ഭർത്താവേ ഒരു ബിസിനസ് ചെയ്യാൻ പോവാ. ആഹാ, നല്ല തീരുമാനം. ഇപ്പൊ ഗൾഫിൽ നിന്നിട്ടും വലിയ മെച്ചമൊന്നുമില്ല. ഇക്കാര്യം നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ആണോ നാത്തൂനെ? അൻസർ ഒന്നും പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത് പറയണ്ടെന്ന്. അല്ലെങ്കിലും എല്ലാം ഒന്ന് കൺഫേം ആക്കിയിട്ട് എല്ലാവരെയും അറിയിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കേണ്ടി വരത്തില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ നാത്തൂനെ. നാത്തൂൻ അവിടെ ഒന്നിരുന്നേ. ഒരു 10 ലക്ഷം രൂപയൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഒരു 6 ലക്ഷം രൂപയും കൂടെ വേണം. മോടെ സ്വർണം ഒന്ന് കൊടുത്താല്. അതെ, സ്വർണ്ണമായിട്ടൊന്നും തരാൻ പറ്റില്ല. ക്യാഷ് ആയിട്ട് തരും. പകരം പത്രത്തിൽ എഴുതേണ്ടി വരും. സഹോദരങ്ങൾ തമ്മിൽ പല കൊടുക്കൽ വാങ്ങലുകളും ഈ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഞങ്ങളൊന്നും ഒരു പത്രത്തിലും എഴുതി മേടിച്ചിട്ടൊന്നുമില്ല. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. വിശ്വാസം എഴുതി വെക്കാൻ കൊള്ളാം ആ വാക്ക്. അല്ലാതെ ഇന്നത്തെ കാലത്ത് ആ വാക്കുകൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ ബന്ധങ്ങളുണ്ടല്ലോ അമ്മ, അത് അടുക്കുന്നതും പൈസയ്ക്ക്, അകലുന്നതും പൈസയ്ക്ക്. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അകലാതിരിക്കാൻ ഈ പത്രം കൊണ്ടാവുമെങ്കിൽ ഇതെന്നെ ആയിരിക്കട്ടെ. പത്രം വാങ്ങാം. എങ്കിൽ നാളെ രാവിലെ ഇവിടെ ക്യാഷ് ഉണ്ടാവും. വന്ന് വാങ്ങിച്ച മോളെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് പറയാനാ. ഇക്ക രാവിലെ കടയിൽ പോയി. അവിടെ ഭയങ്കര തിരക്കാ. പിന്നെ ഞങ്ങളുടെ പുതിയ കടയുടെ ഉദ്ഘാടനമൊക്കെ വരുമല്ലേ, അതിൻ്റെയൊക്കെ പുറകിലാ ഞങ്ങള്. പിന്നെ റംസി പൈസ ചോദിച്ച്. അൻസർ നാട്ടിലോട്ട് വരുവാ അന്ന്. അവനെന്ത് ബിസിനസ് വല്ല തുടങ്ങാനാന്ന്. നീ ആ പൈസ ഞാൻ കൊടുക്ക്. എത്ര വർഷമായി ഇപ്പം? ആദ്യം അവൻ നാട്ടിലോട്ട് വരട്ടെ. ഇപ്പൊ ഒത്തിരി കാലമായില്ലയോ നീ അത് വാങ്ങിച്ചിട്ട്? നിനക്കൊരു കുലുക്കവും ഇല്ലല്ലോ. ഇപ്പൊ കടയിലൊക്കെ കച്ചവടം ഒരുപാടില്ലേ. വീടാണെങ്കിൽ മുകളിലോട്ട് പുതുക്കി പണിഞ്ഞ്. ഇപ്പൊ അവരല്ലേ ഒരിടത്തും എത്താതെ നിൽക്കുന്നേ. നീ ആ കാശ് കൊണ്ടൊന്ന് കൊടുക്ക്. വീടെടുത്ത് കാറെടുത്തെന്നെല്ലാം ശരി തന്നെയാ. ഒന്നും മാറ്റിവെപ്പില്ല. ഒരു ഒഴുക്കിനങ്ങ് പോകുന്നേ ഉള്ളൂ. ശരി, നീ എന്നാ അൻസർ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. നാളെ ഞാൻ അവനിവിടെ വരുത്തും. നീ നോക്കിക്കോ. മോൾ അവനെ വിളിച്ച് ഫോണിങ് ഇതാ, കയറി വരാൻ പറയട്ടെ. അവൻ വന്ന് പൈസ ചോദിക്കട്ടെ അവളെടുത്ത്. അതിന് ഇക്ക എന്തിനാ? ചോദിച്ചിട്ട് തരാത്തവർക്ക് ചോദിക്കാതെ തന്നെ മറുപടി കൊടുക്കണം. അതിന് ഞാൻ മാത്രം മതി. നാത്തൂനെ, അതിന്റെ പൈസ. കേസിന് വഴക്കിനൊന്നും പോവല്ലേ. അമ്മ, നല്ല തലവേദന. ഒരു ചായ ഇട്ടോ? ചായ ഞാനിട്ട് തരാം.
ഈ നേരത്തെ അങ്ങ് കൊടുത്തായിരുന്നെങ്കിൽ ഇവിടെ ഇതിന് വല്ലതിനും പോകുമായിരുന്നു. വെറുതെ പറയിപ്പിക്കാന്. മോൾ അൻസറിനെ വിളിച്ച് ക്യാഷ് കിട്ടിയ കാര്യം പറ. അതിന് ഇക്കാക്ക് ഇത് റോളില്ലമ്മ. ഇതെന്റെ കാശാ. എന്റെ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇക്കായ ഇത് അറിയിക്കേണ്ടി വരുമായിരുന്നു. സഹോദര സ്നേഹം വെച്ച് പത്രത്തിലൊന്നും എഴുതണ്ട, വിശ്വാസമായല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നേനെ. ഇതിപ്പോ എന്റെ ക്യാഷും കിട്ടി, അവര് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങാതെ ഇരുന്നു. അപ്പൊ ഞാൻ ചെയ്തത് ശരിയല്ലേ അമ്മ? ശരിയാ മോളെ, ഇതൊരു പാഠം തന്നെയാ, വലിയ ഒരു പാഠം.